ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചീസ് ബോൾ ഉണ്ടാക്കാം. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ചീസ് ബോൾ തയ്യാറാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ബോയിൽഡ് പൊട്ടാറ്റോ, മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ആണ്. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. പിന്നെ സ്ലൈസ്ഡ് ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൊസറില്ല ചീസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. പിന്നെ മല്ലിയില, ഗ്രീൻ ചില്ലി, കോൺഫ്ലേക്സും വേണം. കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, കോട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. മല്ലിയില അല്പം എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് സ്മാഷ്ഡ് പൊട്ടാറ്റോ ഇടാം. പച്ചമുളക് ആഡ് ചെയ്യാം. മല്ലിയില, പിന്നെ പെപ്പർ പൗഡർ, ഗരം മസാല പൗഡർ, ക്യൂമിൻ പൗഡർ, ചാട്ട് മസാല പൗഡർ. ഇത്രയും മസാലകളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ബ്രെഡ് അരിക് കളഞ്ഞ് അതിലേക്ക് പൊടിച്ചിടാം. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ആവുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം ഓയിൽ എടുത്ത് കയ്യിൽ പുരട്ടി ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് സെൻറ്ററിൽ ചീസ് പീസ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും നമ്മൾ ബോൾസായി ഉണ്ടാക്കിയെടുക്കണം. നന്നായി കവറാവണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മെൽറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായി കവറായി ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ചീസ് ബോളുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടി കോൺഫ്ലേക്സ് ആദ്യം നമുക്ക് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം അത് പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, അല്പം ഉപ്പ് എന്നിവ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കാം. ഇനി ഓരോ ബോൾസും അതിൽ ഡിപ്പ് ചെയ്ത് കവർ ചെയ്തെടുക്കണം. കോൺഫ്ലെക്സിൽ കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഓരോന്നും നമുക്ക് മാറ്റി വെക്കാം.
ഇപ്പോൾ നമ്മുടെ ഓരോ ചീസ് ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ആദ്യം ഒരു പാൻ വെച്ച് അതിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. നല്ല ചൂടായതിന് ശേഷം മാത്രം വറുത്തെടുക്കാം. ഏകദേശം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ ചീസിയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, നല്ല സൗണ്ട് കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരും വരേക്കും. ബൈ. താങ്ക് യു.